ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലത്തെ കുറിച്ചാണ്. അതായത് ഓട്ടോ ഡബിങ് ഓൺ ആയിട്ട് പലർക്കും പല ലാംഗ്വേജിൽ വീഡിയോ പ്ലേ ആകാറുണ്ട്. അപ്പൊ അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് ലൈവ് ചെയ്യുന്നുണ്ട്, ലൈവിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ലൈവ് ചാറ്റ്, അത് വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഒരു പ്രോബ്ലം നേരിടുന്നുണ്ട്. അതായത് നമ്മൾ വായിക്കുന്ന ഒരു ലൈവ് ചാറ്റിൽ വേറെ ഭാഷയിൽ വരിക, ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ്, നമ്മൾ അത് വായിച്ച് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് കഴിയാതിരിക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു ലൈവ് ചാറ്റ് ഇതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മാക്സിമം യൂട്യൂബ് വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതൊരു അടുത്ത കണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമാകുന്നതാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ലൈവ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചാറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് അത് ഓഫ് ആക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ലൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഓരോ ഓപ്ഷൻസ് കൊടുത്ത് മുന്നോട്ട് പോയി ലൈവ് സ്റ്റാർട്ട് ആവുമല്ലോ. അങ്ങനെ സ്റ്റാർട്ട് ആകുമ്പോൾ ഇതുപോലെ താഴെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേറ്റ് എന്നുള്ളത്. ഈ ഒരു ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗം അവിടെ ഓൺ ആയിരിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക. അത് ഓൺ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ലൈവ് ചാറ്റ് വ്യത്യസ്ത ലാംഗ്വേജിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ഈ ഒരു ഓപ്ഷൻ എടുത്ത് അങ്ങ് ഓഫ് ആക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് ലൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.